ഇത് സംഭവിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിനാണ്. ഒരു ദിവസം രാത്രിയിൽ അവനും അവൻ്റെ സുഹൃത്തും ചേർന്ന് ബൈക്കിൽ മലപ്പുറത്ത് നിന്നും വയനാട്ടിലേക്ക് ഒരു നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് തീരുമാനിച്ചാണ് അവർ യാത്ര തുടങ്ങുന്നത്. അന്ന് നല്ല തണുപ്പുള്ള കാലാവസ്ഥയും മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. റോഡിൻ്റെ ഇരുവശവും ഇടതൂർന്ന മരങ്ങളാണ്. വഴിയിലാണെങ്കിൽ പേരിന് പോലും ഒരാളുമില്ല. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്താൻ തീരുമാനിച്ചു. വിശ്രമിക്കാൻ ഒരു ചായക്കട തേടി റോഡിന്റെ വശത്തേക്ക് നോക്കിയപ്പോഴാണ് അവർ ഒരു പഴയ ബസ് സ്റ്റോപ്പ് കാണുന്നത്. അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. രാത്രിയുടെ തണുപ്പുള്ള സമയമായതുകൊണ്ട് അവിടെ ഒരു ബസ്സും വരാൻ സാധ്യതയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതിനാൽ ആളെ സഹായിക്കാമെന്ന് കരുതിയാണ് അവർ ബസ് സ്റ്റോപ്പിനടുത്തേക്ക് ബൈക്കിൽ ഇരിച്ചത്. അടുത്തെത്തിയപ്പോൾ അവർക്ക് ആശ്ചര്യമായി. അവിടെ ഇരിക്കുന്നയാൾ പ്രായമുള്ള വൃദ്ധനാണ്. വെളുത്ത താടിയും നരച്ച മുടിയും, ഏകദേശം 90 വയസ്സിലധികം തോന്നിക്കുന്ന ഒരാൾ. അവർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്? അദ്ദേഹം മറുപടി ഒന്നും പറയാതെ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇത് കണ്ടപ്പോൾ അവർക്കെന്തോ പന്തികേട് തോന്നി. യാത്ര തുടരാൻ വേണ്ടി അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഇരുന്നിരുന്ന വൃദ്ധനത അവരുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നു. അയാൾ ചിരിക്കുന്നു എന്നല്ലാണ്ട് ഒന്നും സംസാരിക്കുന്നില്ല. അവർക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അവർ ഉടനടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയി. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവരുടെ മുന്നിൽ ഒരു വളവുണ്ടായിരുന്നു. ബൈക്ക് വളവ് തിരിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവരെ കൂടുതൽ ഭയപ്പെടുത്തി. അവർ തൊട്ടു മുൻപിൽ കണ്ട അതേ വൃദ്ധൻ അവിടെ റോഡിന്റെ നടുവിൽ നിൽക്കുന്നു. ഇത്തവണ അയാൾ ആർത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ ബൈക്ക് വേഗത്തിൽ മുന്നോട്ടെടുത്തു. അവർ വേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ വൃദ്ധൻ റോഡിന്റെ ഓരോ വളവുകളിലും നിൽക്കുകയും അവരെ നോക്കി ആർത്തിച്ചിരിക്കുകയും ചെയ്യുന്നു. അവർക്ക് വേറെ വഴിയില്ലാതെ അന്ന് രാത്രി മുന്നിൽ കണ്ട ഒരു പെട്രോൾ പമ്പിൽ വാഹനം നിർത്തി അവിടെ തങ്ങേണ്ടി വന്നു. പിന്നീട് അവർ ഈ സംഭവം പോലീസിനോട് പറഞ്ഞെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. ഈ സംഭവം നടന്നതിന് ശേഷം അവർ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യാറില്ലായിരുന്നു. ഈ കഥ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നേരിട്ട് കേട്ടതാണ്. ഇന്നും ആ വൃദ്ധൻ ആരായിരുന്നു എന്നതിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇത് എൻ്റെ അയൽവാസിയായ ചെറുപ്പക്കാരനുണ്ടായ അനുഭവമാണ്. മാത്രമല്ല, ഇതിനുശേഷം അദ്ദേഹം അനുഭവിച്ച അനന്തരഫലങ്ങൾ ഞാൻ നേരിൽ കണ്ടതുമാണ്. യഥാർത്ഥ സംഭവമായതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്ഥലപ്പേര് ഞാൻ നൽകുന്നില്ല. സംഭവം നടക്കുന്നത് ഇങ്ങനെ. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. സമയം രാത്രി 10 കാണും. ഞാൻ TV-യിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മയും ഉമ്മുമ്മയും അനുജത്തിയും തിടുക്കത്തിൽ ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. അതേസമയം 2 കാലുകൾക്കും സ്വാധീനം നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞമ്മ പരിഭ്രാന്തിയിൽ അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നുമുണ്ട്. പക്ഷെ അവരാരും അതൊന്നും ചെവി കൊള്ളാതെ പുറത്തേക്ക് ഓടുകയാണ് ഉണ്ടായത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. ധൈര്യം വീണ്ടെടുത്ത് പുറത്തു ചെന്ന് നോക്കിയപ്പോൾ അവർ അയൽവാസിയായ കുഞ്ഞാക്കയുടെ വീട്ടിലേക്കാണ് ഓടുന്നത്. സമയം ഒട്ടും കളയാതെ ഞാനും കുഞ്ഞാക്കയുടെ വീട്ടിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോൾ വീടിന്റെ ഉമ്മറത്ത് കുറെ ആളുകൾ കൂടി നിൽക്കുന്നു. ഞങ്ങളുടെ പരിസരത്തുള്ള ഒട്ടുമിക്ക പേരും ആ കൂട്ടത്തിലുണ്ട്. ഞാൻ ആ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഉള്ളിലേക്ക് ചെന്നു. അവിടെ കണ്ട കാഴ്ച എന്നെ ഒന്ന് ചെറുതായി ഭയപ്പെടുത്തി. എൻ്റെ അമ്മാവൻ്റെ സുഹൃത്ത് നജീബിക്ക കസാരയിൽ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. വയറ് ഒരു വലിയ ഫുട്ബോൾ പോലെ വീർത്തിരിക്കുന്നു. അദ്ദേഹം നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. കൂടാതെ വലിയ ശബ്ദത്തിലായിരുന്നു ശ്വാസം എടുത്തിരുന്നത്. ചെറിയ ഭയവും അത്ഭുതത്തോടും കൂടിയാണ് ഞാൻ ആ കാഴ്ച കണ്ടുനിന്നത്. അപ്പോഴാണ് എൻ്റെ സുഹൃത്തു മനു അടുത്തു വന്ന് പറയുന്നത്, എടാ, നമ്മളെ നജീബിക്കാക്ക് ബാങ്ക് വിളിക്കുന്നതോ ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതോ ഇഷ്ടമല്ല. ഞാൻ അവനോട് ചോദിച്ചു, ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? ആ സമയം അവൻ വെറുതെ ബാങ്ക് വിളിച്ചു. കേൾക്കേണ്ട താമസം. കലങ്ങിയ കണ്ണുകളോടെ നജീബിക്ക ഞങ്ങളെ 2 പേരെയും തുറിച്ച് വളരെ രൂക്ഷമായിരുന്നു. ഇത് കണ്ടതും പേടിച്ച് പകുതി ജീവൻ പോയ അവസ്ഥയായി എനിക്ക്. ഞാൻ വേഗം തന്നെ ആൾക്കൂട്ടത്തിൻ്റെ ബാക്കിലേക്ക് മാറി. പിന്നെ അവിടെ നിൽക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ ഉമ്മാനെ വിളിച്ച് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് ഉമ്മയും ഉമ്മയും നജീബിക്കാക്ക് സംഭവിച്ചതിനെ പറ്റി പറയുന്നത് കേട്ടത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഭയന്നുപോയത്. നജീബിക്കാക്ക് ഏകദേശം 26 വയസ്സുണ്ടാവും. നല്ല ആരോഗ്യമുള്ള, അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. നജീബിക്ക ഒരു ഓട്ടോ തൊഴിലാളിയാണ്. സാധാരണ എല്ലാ ഓട്ടോക്കാരും 8 മണിയാകുമ്പോഴേക്കും ഓട്ടം നിർത്താറാണ് പതിവ്. എന്നാൽ നജീബിക്ക രാത്രിയിൽ ഓവർ ചാർജ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി ഓട്ടം മുടക്കാറില്ല.
അതിനാൽ മറ്റു ഓട്ടോക്കാരിൽ നിന്നും കൂടുതലായി സമ്പാദിക്കാനും കഴിയും. അങ്ങനെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെയാണ് അത് സംഭവിക്കുന്നത്. അന്നൊരു വെള്ളിയാഴ്ചയാണ്. സമയം ഏകദേശം 9 മണിയായി കാണും. നജീബുക്ക കുന്നുംപുറത്തേക്ക് ഓട്ടം പോയി മടങ്ങി വരികയായിരുന്നു. പള്ളിപ്പടി എത്തിയപ്പോഴാണ് ഒരു വൃദ്ധനായ മനുഷ്യൻ ഓട്ടോയ്ക്ക് കൈ നീട്ടുന്നത്. ഏതായാലും വെറുതെ മടക്കം പോവുകയാണ്. ഒരു കസ്റ്റമറെ കൂടി കിട്ടി എന്ന സന്തോഷത്തിൽ നജീബുക്ക ഓട്ടോ സൈഡാക്കി വൃദ്ധനെ ഒന്ന് നോക്കി. പുള്ളിയുടെ വേഷം കണ്ട് പള്ളിയിലെ മൗലവിയാണെന്ന് തോന്നുന്നു. വെളുത്ത താടിയും നരച്ച മുടിയും വെള്ളം മുണ്ടും കറുത്ത ലോഹ പോലുള്ള കുപ്പായവും. നജീബുക്ക വൃദ്ധനെയും കയറ്റി യാത്ര തുടർന്നു. വൃദ്ധനോട് 1-2 സംസാരിക്കുന്നുണ്ടെങ്കിലും മൗനമായിരുന്നു ഉത്തരം. അതിനാൽ നജീബുക്ക സംസാരം നിർത്തി. ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ വൃദ്ധൻ പ്രായത്തിന്റെ ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു, "ഞാൻ ഇവിടെ ഇറങ്ങാം." നജീബുക്ക വാഹനം നിർത്തി. വൃദ്ധൻ ഒരു 30 രൂപ നജീബുക്കയുടെ കയ്യിൽ കൊടുത്തു. നജീബുക്ക അത് വാങ്ങിയ ശേഷം വൃദ്ധനോട് പറഞ്ഞു, "20 രൂപ മതി, ഇതാ ബാക്കി 10 രൂപ." ഇത് കേട്ടതും ആ വൃദ്ധൻ നജീബുക്കയോട് കുറച്ച് ഗൗരവത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. "ആ 10 രൂപ നീ തന്നെ വെച്ചോ. പക്ഷെ ഒരു കാര്യം, ഈ പണം നീ ആർക്കും കൈമാറരുത്" എന്നും പറഞ്ഞ് അയാൾ പോയി. നജീബുക്ക അതത്ര കാര്യമാക്കിയില്ല. നജീബുക്ക വീണ്ടും ഓട്ടം പോവുകയും ആ പണം ഏതോ യാത്രക്കാരന് കൈമാറി പോവുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഞാൻ മുൻപ് പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനുശേഷം അവിടെയുള്ള ഓട്ടോക്കാരും മറ്റു പലരും ചേർന്ന് അങ്ങനെ ഒരു വൃദ്ധനെ അന്വേഷിച്ചെങ്കിലും അവിടെ ആർക്കും കണ്ടതായി അറിയില്ല. ഇന്നും ആ വൃദ്ധനെ കുറിച്ച് ഒരു തെളിവുമില്ല. ആ വൃദ്ധൻ ഒരു പ്രേതമായിരുന്നു എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്.